എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് വെച്ചിട്ടൊരു ഷേക്കാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ അവിടെ ഒരു 8-10 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു 8-10 ക്യാരറ്റ് എടുത്തിക്കണത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്താലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിക്കണം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണ്ട, നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇഡ്ഡലിത്തട്ടെടുത്തതിന് ശേഷം എല്ലാ കുഴികൾക്കും കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിൻ്റെ പച്ചപ്പൊന്ന് പോകാനും വേണ്ടി മാത്രം ഒന്ന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക നമ്മൾ. ഇപ്പോൾ നമ്മളിതൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ടോ. ഇപ്പോൾ ആവി കയറ്റിയെടുക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേക്കണം. അപ്പോൾ ചൂടോട് കഴിച്ചാൽ ഷേക്കിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചൂടാറ്റിയെടുക്കാം. നല്ലോണം ചൂടാറിന് ശേഷം നമുക്ക് ഷേക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം ചൂടാറിയിക്കണം. ഇനി നമുക്കതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് ഷേക്കിനുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണ് ക്യാരറ്റൊക്കെ അല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇങ്ങനെ കുട്ടികൾ ക്യാരറ്റ് വെറുതെ കഴിക്കാൻ പാടില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഷേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ഉണ്ടാകുമ്പോഴാണ് അതിനൊരു വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കട്ടപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ ഇതേപോലെ തിളപ്പിച്ചാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയതാണ് കേട്ടോ. നമുക്കൊരു കട്ട പാല് ചേർത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് എടുത്തപ്പോൾ കുറച്ച് വലിയ കട്ടയായിപ്പോയി. ഒന്ന് ഉടച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ച് കിട്ടും. ഞാൻ അത് അടിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അടിച്ച് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിക്കണ്. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നയിക്കണം. അപ്പോൾ നല്ലോണം ക്യാരറ്റൊക്കെ നല്ലോണം അരഞ്ഞിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഷേക്കിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലേക്ക് ബാക്കിയുള്ള കട്ടപ്പാലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എത്ര വേണ്ടതാണ് ലൂസിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഷേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ടപ്പാൽ അടിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഷേക്കിനൊക്കെ കുറച്ചൊരു കട്ടിയൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് കട്ടപ്പാൽ തന്നെ നമുക്ക് ഷേക്കൊക്കെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിക്കണം നല്ലോണം ഒന്ന്. ഇപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിക്കണം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഒഴിക്കണ്ട നിങ്ങൾ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ്ക്രീം ചേർക്കണം. അപ്പോഴല്ലേ നമ്മൾ ഒരു ഷേക്ക് ആവുള്ളൂ. അപ്പോൾ ഞാൻ അതിന് ഇത്ര ഇങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് ആ മുകളിൽ ആ സ്ട്രോയൊക്കെ വെച്ച് കുറച്ച് നട്ട്സൊക്കെ വിതറുമ്പോൾ ആ ശരിക്കും കാണാനൊരു ഭംഗിയൊക്കെ നമ്മൾ കുടിക്കാനൊരു ഭയങ്കര ടേസ്റ്റിനേക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ പിസ്തയോ എന്താ നിങ്ങൾക്ക് അതിൽ നട്ട്സ് ഇല്ലത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അതും ഇട്ട് കൊടുത്ത് ആ സ്ട്രോയും കൂടി വെച്ചാലേ നമ്മൾ ഷേക്ക് ആവുള്ളൂ. അപ്പോൾ അതാ സ്ട്രോയും കൂടി വെച്ച് കൊടുത്ത് നമ്മൾ ഷേക്ക് ഇവിടെ റെഡി ആയിക്കണേ. ഇനി ഒന്ന് കുടിച്ച് നോക്കി എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഞാൻ എന്ന് പറയാമാർക്ക് നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്ന് ഷെയർ ചെയ്യും. ഈ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളതും നല്ല റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതേക്കാരട്ടോ.